ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് 24 മണിക്കൂറും വൈദ്യസഹായം ഉറപ്പാക്കി സന്നിധാനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ. വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആശുപത്രിയിൽ ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. സമീപമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഏറെ ആശ്വാസകരമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രി. The staff and the doctors, they were very helpful for my grandpa. He was not feeling well from morning, so we asked him what happened, but they immediately made him admit and connected some drips, and the facilities are very good here. Yeah, very much satisfied. വെന്റിലേറ്റർ, മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ യൂണിറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനവും സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പാമ്പ് വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവെനവും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനം ആശുപത്രിയിൽ സൗജന്യമായാണ് തീർത്ഥാടകർക്ക് മരുന്ന് വിതരണം ചെയ്യുന്നത്. സന്നിധാനം ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാരുണ്യ ഫാർമസിയും തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസകരമാണ്. തീർത്ഥാടകരും സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരും ആവശ്യപ്പെടുന്ന മരുന്നുകൾ കാരുണ്യ ഫാർമസി എത്തിച്ചു നൽകും. അവരെ നല്ല പ്രവർത്തനമാണ്. അവർ നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ മരുന്നില്ലാതെ അതിൽ അവർ എത്തിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അപ്പോൾ ഏത് മരുന്ന് അതിലൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ തന്നെ അവർ എത്തിച്ചു തരുന്നത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ആരോഗ്യവകുപ്പ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും സേവന സജ്ജമാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രി. ക്യാമറമാൻ അഖിലേഷ് കുടമനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, സന്നിധാനം.